ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് A+ലേക്ക് ചുവടുവെച്ച് മുന്നേറാം. അഫോർഡബിൾ ഫീസ്, ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്, പെർഫെക്റ്റ് ഡിസിപ്ലിൻ. ബുക്ക് യുവർ സീറ്റ് നൗ. ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, ഹൈസ്കൂൾ റോഡ്, കരുളായി. പുഴയിലും പുഴയോട് ചേർന്ന തീരങ്ങളിലെ പുറമ്പോക്കിൽ നിന്നും വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയതായി പരാതി. കാളിക വടക്കാക്കുണ്ട് 70 ഏക്കർ ഭാഗങ്ങളിലെ പുഴയോരത്തു നിന്നാണ് വ്യാപകമായി മുറിച്ചു കടത്തിയ നിലയിൽ കണ്ടെത്തിയത്. അടയ്ക്കാക്കുണ്ട് പുഴയിലും പുഴയോരങ്ങളിലും ഇത് സംബന്ധിച്ച് നാട്ടുകാർ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചെടുത്ത കൂട്ടത്തിൽ പുറമ്പോക്കിലെയും മരങ്ങൾ മുറിച്ചെടുത്തതായാണ് കാണുന്നത്. മുറിച്ചെടുത്ത മരങ്ങളുടെ പ്രധാന ഭാഗം മാത്രം കൊണ്ടുപോവുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ പുഴയിൽ തന്നെ ഉപേക്ഷിച്ച നിലയിലുമാണ്. ഇത് പുഴ മലിനമാകുന്നതിനും കാരണമായിട്ടുണ്ട്. ചേരുക്കുളമ്പ് അടയ്ക്കാക്കുണ്ട് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ കുടിക്കാനും കുളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്ന ജലസ്രോതസ് മലിനമായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങളും കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ മരം മുറിച്ച് ഒഴിവാക്കി തടി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അതേമാതിരി തന്നെ അതിന്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കണം. അപ്പോൾ അങ്ങനെ നല്ല വെള്ളം വരുമ്പോൾ ഈ പുഴയിൽ തിരിഞ്ഞു പോകുന്നില്ല നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതേമാതിരി ഇത് പതിനെട്ട് സൈഡത്തെ മരമാണ് അധികം മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്രളയത്തിന്റെ ഒക്കെ അനുഭവം നമുക്കുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വേണ്ട നടപടി പിന്നെ ഇത് ചെയ്തവരാണെങ്കിലും എന്താണെങ്കിലും എന്റെ രീതിയിൽ ഉള്ള നടപടി. പുഴയിൽ കൂട്ടിയിട്ട മരങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ കാരണം വർഷക്കാലത്ത് പുഴ തിരിഞ്ഞൊഴുകാനും കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് മരം മുറിച്ചു കടത്തുന്നത് വ്യാപകമായിട്ടും അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്ക്. മലയോര മേഖലയിൽ, അതായത് ചേരുകുളമ്പ്, ഗോപാലൻപടി മുതൽ പൊട്ടംകുളം തോട്ടം ഉൾപ്പെടെയുള്ള 70 ഏക്കർ വരെയുള്ള പുഴയായിരിക്കും പുഴയിലുള്ളതുമായ മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു നീക്കിയതായി കാണപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, തടികൾ അവർ കൊണ്ടുപോവുകയും ബാക്കിയുള്ള ശിഖരങ്ങളും മറ്റും നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ പുഴയിൽ തന്നെ തള്ളി അവർ തടി മാത്രം കൊണ്ടുപോയ രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അധികൃതർക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ ജലസ്രോതസ് എന്ന് പറയുന്നത് മലയോര മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ പുഴ ചേരുകുളമ്പ് കോളനി നിവാസികളും അതുപോലെ താഴെയുള്ള ആളുകളൊക്കെ കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കുന്ന ഒരു ജലസ്രോതസ്സാണ്. അതാണ് ഇത്തരം രൂപത്തിൽ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Real fruit power, real juices from Dabur.